ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഒന്ന് രണ്ട് ദിവസമായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നല്ല സൂത കിട്ടിയിട്ട്, സൂത ചിലവർ ചൂര, കേദറ അങ്ങനെയൊക്കെ പറയും, കേര. അപ്പോൾ ഇവിടെ സൂത എന്നാട്ടോ പറയാറ്. അപ്പം സൂതമീനാണ്, നന്നായി കഴുകി വെച്ച സൂതമീൻ മാറ്റി വെക്കുക. പിന്നെ എക്സ്ട്രാ അതിലൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ചട്ടിയിൽ കുറച്ച് ഓയിൽ, വെല്ലുള്ളി, വലിയ ജീരകം, കറിവേപ്പിൻ്റെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ കുറച്ച് ഉലുവ, ഒരു നുള്ളു ഉലുവ. അത് ഉലുവ നമുക്ക് പച്ചച്ചൂരൊക്കെ മാറാൻ, പച്ചമണമൊക്കെ മാറാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വയറ്റിൽ ചെല്ലുമ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കട്ടെ. വയൻ്റെ വന്നതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് ഇട്ട്, ഇത് അരിമുളകിൻ്റെ ഒരു വേറെ വേർഷനാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ എരിക്കനുസരിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടെ. അവനവൻ്റെ വീട്ടിലെ ടേസ്റ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ വരുത്താം. അപ്പം ഞാൻ 3 പച്ചമുളക് എടുത്ത്, പിന്നെ എക്സ്ട്രാ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, 4 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഈ മുളകിന് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്, അതാണ് മെഷർമെൻറ്റ് ഇത്രയും കൂടുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും 2 തക്കാളി അരിഞ്ഞു വെച്ചതും ഇട്ട് എന്നിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് തക്കാളി ഇല്ലാത്ത ഭാഗത്ത് നിന്ന് കുറച്ച് ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഈ മസാലയും പിന്നെ ഒരു തക്കാളി ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് എടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇത് എന്തിനാ വെച്ചാൽ ക്വാണ്ടിറ്റി കൂട്ടാം. ഇപ്പോൾ കുറച്ച് മീനുള്ളൂ, ഒരുപാട് ആൾക്കാരുണ്ട്, എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിട്ടിട്ട് ഈ അടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഞാൻ ഈ ടൈമിൽ കുറച്ച് പച്ചവെള്ളം മാത്രമേ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ, അല്ലാതെ പുളിവെള്ളം ആഡ് ചെയ്യണില്ല. കാരണം പുളിവെള്ളം ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ മസാലയിൽ ഒരു ഇത് കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിടുക. മീനിട്ടിട്ട് 1-2 തിള വരുമ്പോൾ പിന്നെ പുളിവെള്ളം പാരുക. അപ്പോൾ മീനിൽ അത്യാവശ്യം നന്നായിട്ട് പിടിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എൻ്റെ കുക്കിംഗ് ടിപ്സും എൻ്റെ റെസിപ്പിയാണ് പറയുന്നത്, ചിലപ്പം മറ്റുള്ളവർക്ക് ഇത് മാറിയേക്കാം. മീൻ നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിടുക കേട്ടോ. മീനിട്ടിട്ട് ഫ്രഷ് മീനാകുമ്പോഴല്ലോ ഞാൻ പറയുന്ന ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഉറപ്പായിട്ടും പറയണം. അത്രയും ഞാൻ ഗ്യാരണ്ടി തരുകയാണ്. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് ഈ ചട്ടിയും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രാവിലെ കൂടി കടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അത് രാത്രി തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇഞ്ചി വെളുത്തുള്ളിയും കുത്തി ചതച്ചത് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറന്നു പോയപ്പോൾ ലാസ്റ്റ് ആയിട്ടിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം ഇടാൻ മറക്കരുത് കേട്ടോ. ഇത് നന്നായി തിളച്ച് മീനിലോട്ട് മസാല പിടിക്കണം. അപ്പോൾ അത്യാവശ്യം കറി നമ്മൾ വെച്ചത് ഒന്ന് ഭാഗം ബാലൻസ് ആയിട്ട് കുറഞ്ഞു വരണം. അപ്പോൾ അത് പറ്റുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഈ കൂട്ടി വെച്ചിട്ട് വേവിക്കരുത് കേട്ടോ, കുറച്ച് വെച്ച് വേവിക്കുക. ആദ്യം ഒന്ന് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് വെക്കണം. അപ്പോഴുള്ളൂ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങാൻ ടൈം കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ മാംസം വേവും, മീനിൽ ഇതാണെങ്കിൽ പിടിക്കില്ല. പിന്നെ ഒരു അലങ്കാരത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വെളിച്ചെണ്ണയ്ക്ക് റേറ്റ് കൂടുതലാണ്, ഉണ്ടെങ്കിൽ തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാതെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇങ്ങനെ നമുക്ക് പോകാനുള്ളൊരു ബൂസ്റ്റിംഗ് എനർജി കിട്ടുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മസ്റ്റായിട്ട് ഇനി സൂതമീൻ കിട്ടുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.